ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നല്ല 2 കിഡിലൻ ലഞ്ച് ബോക്സ് റൈസ് റെസിപ്പിയുടെ വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 2.25 കപ്പ് റൈസാണ് വേവിച്ചിട്ടുള്ളത്. കുറച്ച് സ്പൈസസും അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ച് ഊറ്റിയെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അങ്ങനെ ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, എരിവിന് ആവശ്യമായിട്ട് 1 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 പിടി പുതിനയുടെ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എത്രത്തോളം വേണമെന്നുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 പിടിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 പിടിയോളം മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും പുതിനയുടെ ഇലയൊക്കെ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് നല്ലപോലെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം, വെള്ളമൊന്നും ചേർക്കരുത്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 മുട്ട ഇതുപോലെ ഉപ്പിട്ടിട്ട് ഒന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട ഒന്ന് ചിക്കി എടുക്കണം. അപ്പോൾ നല്ലോണം പൊടിഞ്ഞു പോവാത്ത രീതിയിൽ കുറച്ച് വലിയ പീസസ് ആക്കി കിട്ടുന്ന വിധത്തിൽ വേണം നമുക്കിതൊന്ന് ചിക്കി എടുക്കാനായിട്ട്. പിന്നെ ഒരുപാട് അങ്ങ് നേരം പാനിലിട്ടിട്ട് അതിങ്ങനെ മൊരിയിച്ചെടുക്കുകയും ചെയ്യരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്നങ്ങ് ഇളക്കിയെടുത്തിട്ട് നമുക്ക് ചട്ടിയിൽ നിന്ന് ഇതെടുത്ത് മാറ്റണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ. ഞാനിതപ്പോൾ മുട്ടയൊക്കെ നല്ലപോലെ ചിക്കിയെടുത്ത് കടായിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ കടായിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കുക കേട്ടോ. അതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ കുനുകുന കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള കളർ ചേഞ്ചായി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. സവാള ഒന്ന് സോഫ്റ്റായി വന്ന ശേഷം നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം നല്ല രീതിയിലൊന്ന് പോയി കിട്ടണം കേട്ടോ. കാരണം നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അതിനെ കൊണ്ട് തന്നെ നമ്മളിത് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഇതൊന്നും അങ്ങ് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഈ മസാലയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. അപ്പോൾ എരിവിനായിട്ട് പച്ചമുളക് ചേർത്തതിനെ കൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ടുള്ളത്. അപ്പോൾ എരിവിനായിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ചുകൂടിയൊക്കെ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്ന ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചിക്കി എടുത്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഈ മുട്ടയിലേക്ക് മസാല ഒന്ന് പിടിക്കുന്ന വിധത്തിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള റൈസിന് പകുതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. റൈസ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ റൈസ് ഞാനിപ്പോൾ 2 റൈസ് റെസിപ്പി കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പകുതി വെച്ചിട്ടാണ് കാണിക്കുന്നത്. അതാണ് പകുതി ചേർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി ഈ മസാലയും ഈ റൈസും തമ്മിൽ നന്നായിട്ട് യോജിച്ച് വരുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുന്നേ ഞാൻ ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർക്കുന്നുണ്ട്. ചെറിയൊരു പുളിരസം കിട്ടാനും വേണ്ടിയിട്ട്, കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ചെറുനാരങ്ങയുടെ 1/2 മുറി പിഴിഞ്ഞതിൻ്റെ നീരാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ നന്നായി മിക്സ് ആയ ശേഷം ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെക്കുക. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് മൂടി വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വീണ്ടും ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റൈസ് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റ് ആട്ടോ. മല്ലിയിലയുടെയും പുതിനയുടെ ഇലയുടെയൊക്കെ ഒരു നല്ല ഫ്ലേവറായിട്ട് നല്ല അടിപൊളി റൈസാണ്. ഇതിൻ്റെ കൂടെ ഒരു കച്ചമ്പറും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. വേറെ ഒന്നും വേണമെന്നില്ല കേട്ടോ കഴിക്കാനായിട്ട്. മക്കളുടെ ലഞ്ച് ബോക്സിലേക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു റൈസ് റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ റൈസ് ബസ്മതി റൈസിൽ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസിൽ ഇത് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ജീരകശാല റൈസ് വേണമെങ്കിലും വെച്ച് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് അടുത്ത റൈസ് റെസിപ്പി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് പൊട്ടറ്റോ റൈസാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസിലുള്ള കേട്ടോ, നല്ല ചെറുതല്ല, ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചത് ആണ് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് മൊരിഞ്ഞ് വരണം. ഞാനിപ്പോൾ വേവിച്ചിട്ട് ചേർത്തു. നിങ്ങൾക്ക് വേവിക്കാതെ വേണമെങ്കിലും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ വേവിച്ച് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മാത്രം മതി. ആ മൊരിഞ്ഞ് വന്ന ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവാള കുനുകുന കട്ട് ചെയ്തിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്ത് കൊടുക്കൽ കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് കളർ ചേഞ്ച് ആവുമൊന്നും വേണ്ട, ഒന്നങ്ങ് വാടി വന്നാൽ മാത്രം മതി. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. പേസ്റ്റ് ചേർത്ത് കൊടുക്കരുത്. പേസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ കിട്ടുക. ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിനെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ ആ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വന്ന ശേഷം ഞാനിതിലേക്ക് 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയാണ് പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിന് മാറ്റം വരുത്താം കേട്ടോ. മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ആ എണ്ണയിലിട്ടിട്ട് ഈ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ നന്നായിട്ട് തന്നെ മൂത്ത് വരണം കേട്ടോ. പൊടികൾ നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വന്ന ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ചെറിയ തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടൊന്ന് മൂടി വെക്കുക. എന്നിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി. തക്കാളി അങ്ങനെ വെന്തുടഞ്ഞ് വരണം അങ്ങനെയൊന്നുമില്ല, പക്ഷേ നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഞാനിതപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയിൽ നമ്മളിതുപോലെ മൂടി തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോവേ. ഇല്ലെങ്കിൽ നമ്മൾ കാരണം വെള്ളം ഒഴിച്ചു കൊടുക്കാത്തതിനെ കൊണ്ട് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയിൽ മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ നല്ലൊരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ വേണ്ടവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് കയറി കണ്ടു നോക്കണേ. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, കാരണം നമ്മൾ റൈസിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. തക്കാളി ഒന്ന് വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് അതൊന്നാകെ പൊടിഞ്ഞ് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഉരുളക്കിഴങ്ങിലേക്ക് മസാല ഒന്ന് പിടിച്ച് കിട്ടുന്ന വിധത്തിൽ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഈ മസാലയും റൈസും കൂടെ നന്നായിട്ട് യോജിച്ച് വരുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നമ്മളുടെ മക്കളുടെ ലഞ്ച് ബോക്സിലേക്ക് വെറൈറ്റി ആയിട്ട് ആക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല 2 റൈസ് റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. രണ്ടും 2 ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള റെസിപ്പീസാണ് കേട്ടോ. അപ്പോൾ അവർക്കിങ്ങനെ എന്നും ഒരുപോലത്തെ ചോറും കറികളൊക്കെ ആക്കി കൊടുക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ഇതുപോലെ വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയുള്ള നല്ല റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു പിടി മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൂടി വെക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്നങ്ങ് ആവി കയറ്റി എടുക്കുക. എന്നിട്ട് മൂടി തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി പൊട്ടറ്റോ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വെജീസൊക്കെ കട്ട് ചെയ്ത് വെക്കലും അതുപോലെ തന്നെ റൈസ് വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള 2 റൈസ് റെസിപ്പീസാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ മക്കൾസിന് എന്തായാലും ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ഇപ്പോൾ വേറെ ഒന്നും വേണമെന്നില്ല, ഒരു കച്ചമ്പറില്ലേ അതാക്കി കൊടുത്താലും മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.